ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തപസ് കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണമാണ് സഭ നമുക്ക് നൽകുന്ന വിചിന്തനത്തിനായുള്ള വചനം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ഇന്ന് വിചിന്തനത്തിനായി നാം എടുക്കുന്നത്. 6 ദിവസങ്ങൾക്ക് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെടുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം വെണ്മയുള്ളതാകുന്നു, ശോഭയുള്ളതാകുന്നു, തിളക്കമുള്ളതാകുന്നു. ഇതേ വചനഭാഗം തന്നെ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലും നാം കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-16 തിരുവചനങ്ങൾ നാം കാണുമ്പോൾ മോശ മലയിലേക്ക് കയറി. ഒരു മേഘം വന്ന് മലയെ മൂടി. കർത്താവിൻ്റെ മഹത്വം മലയെ ആവരണം ചെയ്തു. 6 ദിവസങ്ങൾ ആ മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് മോശയെ ദൈവം വിളിച്ചു. അതിസ്വാഭാവികമായ ദൈവിക വെളിപാടിൻ്റെ, ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇടമായി ഈ മല മാറുകയാണ്. ഈശോയുടെ രൂപാന്തരീകരണം സംഭവിക്കുന്നത് താബോർ മലയിൽ വച്ചിട്ടാണ് എന്നാണ് 4-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 അപ്പോസ്തലന്മാരെ വിളിച്ചുകൊണ്ടാണ് ഈശോ രൂപാന്തരീകരണ സമയത്ത് മലയിലേക്ക് പോകുന്നത്. എന്തിനാണ് കർത്താവ് 3 അപ്പോസ്തലന്മാരെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഉത്ഥാനത്തിന് ശേഷം താനായിരിക്കാൻ പോകുന്ന മഹത്വപൂർണമായ തൻ്റെ ശരീരത്തെ അവരെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ രൂപത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു മുന്നാസ്വാദനം കൊടുക്കുകയാണ്. 2, ഓരോ മനുഷ്യനും ഒരു രൂപാന്തരീകരണം സാധ്യമാണ് എന്നിലൂടെ എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, 40 നോൻപിൻ്റെ ദിനങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോവുകയാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരു ഉയർന്ന മലകയറ്റം, നമുക്കും രൂപാന്തരീകരണം ആവശ്യമാണെങ്കിൽ ഒരു ഉയർന്ന മലകയറ്റം നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണെന്ന് ഈ സുവിശേഷം നമ്മോട് പറയുകയാണ്. ഭൂമിയിലെങ്കിലും സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന ഒരു മല നമുക്ക് ആവശ്യമാണ്. ഭൂമിയിൽ ആണെങ്കിലും അഭൗമികമായി നിലനിൽക്കുന്ന ആ മലയുടെ പേരാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലേക്ക്, ക്രിസ്തുവിൻ്റെ രൂപത്തിലേക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു അച്ചാണ്, ഒരു മൂശയാണ്, അല്ലെങ്കിൽ ഒരു മോൾഡാണ് പരിശുദ്ധ മറിയം എന്ന്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: അതികഠിനമായ പാപത്തിൽ ജീവിക്കുന്ന ഒരു പാപിയെപ്പോലും വിശുദ്ധനാക്കാൻ സാധിക്കുന്ന ആ മൂശയുടെ പേരാണ് പരിശുദ്ധ മറിയം എന്ന്. 1854 ഇൻ എഫാബിലിസ് ദേവൂസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ 9-ാം പിയൂസ് പാപ്പ പരിശുദ്ധ മറിയം അമലോത്ഭവം ആണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ വിശ്വാസ സത്യം സഭയെ പഠിപ്പിച്ചു. 1858 ഫ്രാൻസിലെ ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫെബ്രുവരി 11-ാം തീയതി ബർണദീത്ത എന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് പരിശുദ്ധ മറിയം പ്രത്യക്ഷയായിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവം ആണ്. എന്തിനാണ് ദൈവം ഒരു സൃഷ്ടിയെ അമലോത്ഭവമാക്കുന്നത്? 1, സർവത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന
ദൈവവചനത്തെ മാംസം ധരിക്കുവാൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവപുത്രന് ജന്മം നൽകുക, അതാണ് അമലോത്ഭവത്തിൻ്റെ ആദ്യ ലക്ഷ്യം. രണ്ടാമത്തേത്, ദൈവപുത്രൻ്റെ അനുയായികളെ, ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, ലോകത്തിലെ സകല മനുഷ്യരെയും ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം അവളെ അമലോത്ഭവമായി സൃഷ്ടിച്ചു. സ്നേഹമുള്ളവരെ, ഈ 40 നോൻപിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു വലിയ രൂപാന്തരീകരണം നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം എത്തിച്ചേരേണ്ട ആ ഉയർന്ന മല, മഹത്വമുള്ള മല, ആ മലയുടെ പേരാണ് പരിശുദ്ധ മറിയം. അവളുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ അവൾ നമ്മെ ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയിലേക്ക് അവൾ നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.